OIOP അഞ്ചൽ പഞ്ചായത്ത് പതാക ദിനം ആചരിച്ചു. ചടങ്ങിൽ OIOP കൊല്ലം ജില്ലാ പ്രസിഡന്റ് ആർച്ചൽ സോമൻ പതാക ഉയർത്തി ഉദ്ഘാടനം നടത്തി. തുടർന്ന് OIOP സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി ജയൻ സംസാരിച്ചു. OIOP ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമായി ആർച്ചൽ രമണിയമ്മയുടെ വീട്ടിലേക്കുള്ള നടപ്പാത കോൺക്രീറ്റ് ചെയ്ത് യാത്രായോഗ്യമാക്കി. നിരവധി പേർക്ക് ധനസഹായങ്ങൾ നൽകി. OIOP ട്രസ്റ്റ് അംഗം ബാബു സംസാരിച്ചു. गुलाब जिंदाबाद, पंजाब जिंदाबाद, गुलाब जिंदाबाद, गुलाब जिंदाबाद, पंजाब जिंदाबाद, पंजाब जिंदाबाद. പ്രവർത്തകരെ ഭാരവാഹി വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്നത് 60 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും 10,000 രൂപ പെൻഷൻ നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രസ്ഥാനം ഉടലെടുത്തതും മുന്നോട്ട് പ്രവർത്തിച്ചു പോകുന്നതും. നിർധനരായ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഒരു ആശ്വാസം എന്നുള്ള നിലയിൽ ഗവൺമെൻറ് ഉണർന്ന് 10,000 രൂപ എല്ലാ 60 വയസ്സ് കഴിഞ്ഞവർക്കും നൽകണമെന്നുള്ള ഒരു സന്ദേശമാണ് നമുക്ക് നൽകാനുള്ളത്. അതിനോട് യോജിക്കുന്ന ഇവിടുത്തെ കർഷക തൊഴിലാളികളും മാട്ടുതൊഴിലാളികളും ചുമട്ടുതൊഴിലാളികളും എന്ന് വേണ്ട നിർധനരായ സകല ആളുകൾക്കും 10,000 രൂപ പെൻഷൻ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ സംഘടന നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നതിന് നിങ്ങളുടെ എല്ലാം സഹകരണവും സഹായവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വൺ ഇന്ത്യ വൺ പെൻഷൻ സിന്ദാബാദ്. മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ ചെറുപ്പകാലം മുതൽ അധ്വാനിക്കാൻ തുടങ്ങിയവരാണ്. അത് കർഷക തൊഴിലാളി ആയിക്കോട്ടെ, ടാപ്പിങ്ങുകാരായിക്കോട്ടെ, ഏത് മേഖലയിൽ പണിയെടുക്കുന്നവർക്കും ഇപ്പം ഒരു സബ് രജിസ്ട്രാർക്ക് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് 1.25 ലക്ഷം രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. അവരുടെ മക്കളെ അവർ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ മക്കൾ ഡോക്ടർമാരോ എഞ്ചിനീയറോ ആവുന്നുണ്ട്. സാധാരണക്കാരൻ്റെ അധ്വാനം കൊണ്ടാണ്, നമ്മുടെ ടാക്സ് കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ടാക്സ്, നമ്മൾ രാവിലെ മേടിക്കുന്ന ടൂത്ത് പേസ്റ്റ് മുതൽ ബ്രഷ് മുതൽ മേടിക്കുന്ന മുഴുവൻ സാധനങ്ങൾക്കും ടാക്സ് കൊടുത്തിട്ട് ഈ ഉദ്യോഗസ്ഥ മിടുക്കന്മാർ അവരുടെ മക്കളെ പഠിപ്പിക്കുന്നു. സാധാരണക്കാരുടെ പൈസ കൊണ്ടാണ് അവർ പഠിപ്പിക്കുന്നത്, നമ്മളാരും മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾക്കും ജീവിക്കണം. 60 വയസ്സ് കഴിഞ്ഞ എല്ലാ വ്യക്തികൾക്കും, ആണോ പെണ്ണോ, 10,000 രൂപ പെൻഷനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി
അഹോരാത്രം പണിപ്പെടാൻ ഈ സംഘടന രൂപപ്പെടുത്തിയതും ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരും ആഗ്രഹിക്കുന്നതാണ്. നക്കാപ്പിച്ച പെൻഷൻ 1600 രൂപ പെൻഷൻ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നില്ല. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ 60 വയസ്സ് കഴിഞ്ഞ എല്ലാ വ്യക്തികൾക്കും 10,000 രൂപ പെൻഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒന്നിച്ച് നിൽക്കാം. ഈ സ്റ്റേറ്റിൽ മുഴുവൻ സ്ഥലങ്ങളിലും ഞങ്ങൾ സംഘടനയുണ്ട്. ഈ സംഘടനയുണ്ട്, OIOP ഉണ്ട്. അതിനായിട്ട് എല്ലാ ജില്ലകളിലും നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞു. അത് വിജയിപ്പിക്കണം. അതിന് നാട്ടുകാർ, ഓരോ വീട്ടുകാരും, രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, ഇതിനകത്ത് ഒരു വേർകൃത്യവുമില്ല. ഉദ്ദേശ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് 10,000 രൂപ പെൻഷൻ. ചുരുക്കിയുള്ളൂ. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ഈ വൺ ഇന്ത്യ വൺമെൻ ട്രസ്റ്റിൻ്റെ പതാക ദിനം എല്ലാ വർഷവും നടത്തി വരുന്നുണ്ട്. പിന്നെ അതേ ഇപ്രാവശ്യം അങ്ങനെ തന്നെ നടത്തി. ആദ്യം പറയുന്നത് ഈ നമ്മളിത് സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം നമ്മളൊരു കൂട്ടായ്മ ശക്തിപ്പെടുത്തി വന്നാൽ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. നമ്മളിവിടെ രാഷ്ട്രീയമല്ല നോക്കുന്നത്. നമുക്ക് രാഷ്ട്രീയത്തിനെ മറന്നുകൊണ്ടും ജാതി മതം എല്ലാം വിട്ടുകൊണ്ടും ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച ഒരു ചാരിറ്റബിൾ ട്രസ്റ്റായിട്ടാണ്. ഏകദേശം ഞങ്ങളൊരു 3-3.5 ലക്ഷം രൂപ ചാരിറ്റിയായിട്ട് ഇപ്പം ചെയ്തു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഇപ്പം നമ്മൾ കോട്ടയം ബൈക്കത്ത് ഒരു 20,000 രൂപ ഒരു ക്യാൻസർ രോഗിക്ക് കൊണ്ട് കൊടുത്തു. പിന്നെ ഇപ്പം നമ്മൾ കഴിഞ്ഞ കൊല്ലം ഓണത്തിന് നമ്മുടെ സുശീലാൻറ്റിക്കാണ് നമ്മളൊരു 10,000 രൂപ കൊടുത്തത്. ഇപ്രാവശ്യം നമ്മളൊരു 5,000 രൂപ ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഏകദേശം ഒരു 10-3000 രൂപ കളക്റ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞിരാമണിക്കിൻ്റെ അടുത്ത സുഭാഷ് പിന്നെ പ്ലാവേന്ന് വീണ് നടു ഒടിഞ്ഞ് കിടക്കുകയാണ്. ഹോസ്പിറ്റലുകാരും പിന്നെ ആംബുലൻസിൽ എല്ലാ മാസത്തിനും കൊണ്ടുവന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച 2 പ്രാവശ്യം കൊണ്ടുപോയി. അപ്പം നമ്മളാൽ കഴിയുന്ന ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഒരു മെമ്പറായിരുന്നു നമ്മുടെ രമണി ചേച്ചി, അവരിന്നോലെ ആവശ്യപ്പെട്ട് നമ്മുടെ കൂട്ടായ്മ കൊണ്ട് ഒരു പാലം, അവർക്ക് പാലം എന്ന് പറയുന്നില്ല, ചെറിയൊരു വഴി, ഒരു പോസ്റ്റേ കൂടെ നടന്നുകൊണ്ടിരുന്നത്. അത് നമ്മുടെ കമ്മിറ്റിയിൽ പറഞ്ഞ് നമ്മളെ കൂട്ടായ്മയിൽ ചെയ്തു കൊടുത്തു. അങ്ങനെ ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് മറ്റ് രാഷ്ട്രീയം ഒന്നും ഇതില്ല. രാഷ്ട്രീയം കലർത്താനോ രാഷ്ട്രീയം പറയാനോ ഇട കൊടുക്കത്തുമില്ല. പിന്നെ ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് ഇന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളാൽ കഴിയുന്ന കൂട്ടായ്മ ഉണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ കുറച്ച് ചെയ്തു പോകാൻ പറ്റും. അതിനെല്ലാവരെയും സഹകരണം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത്തിലൂടെ വിപുലീകരിച്ച് കൊണ്ടുവരാൻ പറ്റും. ഇത് ഞങ്ങൾ 6 പേരിൽ നിന്നും തുടങ്ങിയത് അത് എന്നെ അടക്കിയ കുറച്ച് സാനുവിന് സമയമില്ലായിപ്പോയി. സാനു ഞങ്ങളെല്ലാം കൂടെ പോയി രജിസ്റ്റർ ചെയ്ത് സാനുവിന് സമയമില്ലായിപ്പോയി. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് പൊളിഞ്ഞു പോകുമോ. പിന്നെ നമ്മുടെ രാജേഷ് പുളിമുട്ടിൽ അമ്പിളെ, അവന് ഒരു ജോലിയുടെ കാര്യമായിട്ട് അവനും മാറിയെങ്കിൽ ഇപ്പോഴും ഉണ്ട് നമ്മളിവിടെ ജില്ലാ സെക്രട്ടറിയായിട്ട്. സോമേണ്ണൻ കൊല്ലം ജില്ലയുടെ പ്രസിഡൻ്റാണ്. നമ്മുടെ ഗോപിയണ്ണൻ വാർഡിൻ്റെ പ്രസിഡൻ്റാണ്. ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ വാർഡ് കമ്മിറ്റി വെക്കും, വാർഡ് പൊതുയോഗം വെക്കും. ആ പൊതുയോഗം വെക്കുമ്പോൾ മാക്സിമം ആൾക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റും. നമുക്ക് വലിയ പിന്നെ MLA MP ഒന്നും ആവണമുള്ള ചിന്താഗതിയല്ല. നമുക്ക് നമ്മുടെ നാടിന്